ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ പേയ്മെന്റിന്റെ ജനപ്രീതിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഏറ്റവും ഈസിയായി ഏറ്റവും വേഗത്തിൽ പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ ഒരു ചെറിയ തെറ്റ്, അതായത് നിങ്ങൾ എൻ്റർ ചെയ്ത UPI ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ തെറ്റിപ്പോയാൽ പണം പോകുന്ന ബാങ്ക് അക്കൗണ്ട് തന്നെ മാറിപ്പോകും. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ പണം എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതാകും യൂസേഴ്സിനുണ്ടാകുന്ന പ്രധാന ആശങ്ക. എന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നു, നടപടികൾ സ്വീകരിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും പണം തിരികെ കിട്ടാനുള്ള സാധ്യതയും. ഇതുകൂടാതെ പണം ലഭിച്ചയാളുടെ സഹകരണം, ബാങ്കിൽ നിന്നുള്ള ഔട്ട്കം, NPCI ഇൻവെസ്റ്റിഗേഷൻ എന്നിവയും പണം റിക്കവറി ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്നു. അതെ, പണം അയച്ച അക്കൗണ്ട് മാറിപ്പോയെങ്കിൽ അല്ലെങ്കിൽ തെറ്റിപ്പോയെങ്കിൽ ഇനി സമയം പാഴാക്കാനില്ല എന്ന ബോധ്യമുണ്ടാകണം. നിങ്ങൾ എത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്നോ അത്രയും വേഗം പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിന്റെ ആദ്യ പടി എന്നത് ബാങ്കിനെ ബന്ധപ്പെടുക അല്ലെങ്കിൽ UPI ആപ്പ് സപ്പോർട്ടുമായി ബന്ധപ്പെടുക എന്നതാണ്. അതായത് എത്രയും വേഗം ബാങ്കിന്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടണം അല്ലെങ്കിൽ UPI ആപ്പ് സപ്പോർട്ട് ടീമിനെ സമീപിക്കണം. തുടർന്ന് ട്രാൻസാക്ഷൻ വിവരങ്ങൾ അവർക്ക് നൽകാം. ഇതിൽ ട്രാൻസാക്ഷൻ ID, ഇടപാട് നടത്തിയ സമയവും തീയതിയും, എത്ര പണം അയച്ചു, പണം റിസീവ് ചെയ്ത ആളുടെ UPI ID അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്നിവയാണ് ഉൾപ്പെടുന്നത്. പരാതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ഇതിന്റെ മേൽ ഒരു അന്വേഷണം നടത്തും. തുടർന്ന് ഏത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണോ പണം പോയത് അവരുമായി സഹകരിച്ച് പണം റിക്കവർ ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും.